الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഏവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 5 നേരം നമസ്കരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പം വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ, ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, സലാം പറയുമ്പോൾ, യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, പരിശുദ്ധ റമദാനിൽ വ്രതമെടുക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി നാം ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ സുഹൃതങ്ങൾക്കും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രത്തോളം വലുതാണ്. ഇത്രയും വലിയ പ്രതിഫലവും അല്ലാഹുവിന്റെ കാരുണ്യവും മരണത്തിനപ്പുറത്ത് അവന്റെ സ്വർഗവും ലഭിക്കാൻ ഉതകുന്ന പടച്ചറബ്ബ് നൽകിയ അനുഗ്രഹമാകുന്ന ഈ ദീനിനെ അല്ലാഹു നമ്മിലേക്ക് അവതരിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രത്തോളം സ്നേഹവും നന്ദിബോധവും കടപ്പാടും നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമായിട്ട് പറയുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങൾക്ക് അയച്ചു എന്നത് അവൻ നിങ്ങൾക്ക് നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഒരു പ്രവാചകനെ അയച്ച് നിങ്ങളിലൂടെ നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹത്തിനുള്ള നന്ദി എന്നോണം നാം ചെയ്യുന്ന മഹത്തായ പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ നബിയുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. ഇവർ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്ന് നമുക്ക് നേരെ തൗഹീദിന്റെ ആളുകളെക്കുറിച്ച് പുത്തനാശയം പ്രചരിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ശരിയായ സ്വലാത്തുണ്ടെന്നും
സ്വലാത്ത് എന്ന് പറയുന്നത് മുഷ്ടി ചുരുട്ടി ഉയർത്തുന്ന മുദ്രാവാക്യമല്ലെന്നും സാമ്പത്തിക വരുമാനത്തിനുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാടല്ല എന്നും ആളുകളെ പുണ്യങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ ഭണ്ഡാരങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സംവിധാനമല്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങളല്ല എന്നുമുള്ള ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് പകർന്നുകൊടുത്തതിന്റെ പേരിലാണ് പലപ്പോഴും സ്വലാത്തില്ലാത്തവർ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, സ്വലാത്ത് ഇസ്ലാമിലുള്ളതാണ്. എന്താണ് സ്വലാത്ത്? ഗുണത്തിനു വേണ്ടി തേടൽ, ആശീർവദിക്കൽ, പ്രാർത്ഥിക്കൽ, അനുഗ്രഹം ചോദിക്കൽ എന്നൊക്കെയാണ് സ്വലാത്തിന്റെ ഉദ്ദേശമായിട്ട് ഭാഷാപരമായിട്ടുള്ള അർത്ഥം. നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയെല്ലാം ഖൈറാത്തുകളുമായി നമ്മിലേക്ക് കടന്നുവന്ന് ഒരുപാട് ത്യാഗം സഹിച്ച് ഈ ദീൻ എത്തിച്ചു തന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവേ നീ കാരുണ്യവും പ്രതിഫലവും റഹ്മത്തും ചൊരിയണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത്. നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഷോർട്ട് ഫോമാണ്. എങ്ങനെയാണ് നബിയെ അങ്ങേക്ക് മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാട്ടുപാടിക്കൊടുക്കുകയല്ല ചെയ്തത്. മറിച്ച് സ്വലാത്ത് ചൊല്ലിത്തരാം, പക്ഷേ പെട്ടിയിൽ പണമിടണം എന്ന് പറയുകയല്ല ചെയ്തത്. സ്വലാത്ത് ചെല്ലാനായിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണമെന്നും സ്വലാത്തിനൊരു വാർഷികമുണ്ടെന്നും അതൊരു പ്രത്യേക ആഘോഷമാണെന്നും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച് സ്വലാത്ത് ചെല്ലേണ്ട രീതി ഇബ്രാഹിമി സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വേറെയും ചില വാചക ക്രമങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളിൽ സ്വഹീഹായ ഹദീസിൽ ഈ സ്വലാത്തിന്റെ രൂപങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഏറെ പുണ്യമുള്ളൊരു കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നന്മ നൽകാൻ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളമാണ് അയാൾ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ഒരാളായി മാറുക എന്നുള്ളത്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറ യസ്റ ലിസാനഹു ലിസ്വലാത്തി അലാ മുഹമ്മദ്. അല്ലാഹു ഒരാൾക്ക് നന്മയിലേക്ക് എളുപ്പം നൽകുന്നുണ്ടെങ്കിൽ, നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചെല്ലാൻ എളുപ്പം നൽകുമെന്നാണ്. സദാസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ അയാളുടെ നാവ് വഴങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്നാണ് പറയുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും മലായികത്തുകളും നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നു. അല്ലാഹു സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ കരുണ ചൊരിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് പ്രതിഫലം നൽകുക, നബിയോട് വാത്സല്യം കാണിക്കുക, സ്നേഹം കാണിക്കുക, നബിക്ക് ഉന്നതമായ പദവി കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു നൽകുന്ന കാരുണ്യത്തിന്റെ വിവിധങ്ങളായ മേഖലകളാണ് അല്ലാഹുവിന്റെ സ്വലാത്ത്. മലായികത്തുകളുടെ സ്വലാത്തോ നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അല്ലാഹുവെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് നീ നൽകേണമേ എന്ന പ്രാർത്ഥനയാണ് മലക്കുകളുടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശം. അള്ളി മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു നബിയുടെ മേൽ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്നാണ് സൂറത്ത് അഹ്സാബിന്റെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഒരു ചെറിയ കാര്യത്തിന് പോലും വലിയ അധ്വാനമൊന്നും ആവശ്യമുണ്ടാവില്ല. ചെറിയ അധ്വാനം മതി, പക്ഷേ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഓഫർ നൽകിയിരിക്കുന്നത്. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് ഇതിന്റെ നേട്ടം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സല്ല അലയ്യ വഹിദ സല്ലല്ലാഹു അലൈഹി അശ്റ. ആരെങ്കിലും എന്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു 10 തവണ സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള കാരുണ്യവും കടാക്ഷവും അവന് 10 ഇരട്ടിയായിട്ട് വർഷിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും മൻ സല്ല അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബി, ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായിട്ട്, വെറുതെ ഒരു ബിസിനസ് പർപ്പസിലോ അല്ലെങ്കിൽ ഉസ്താദിന്റെ ശ്വാസം പോയെടുത്ത് സ്വലാത്ത് പറയുകയോ വെറുതെ ശക്തി കാണിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടി, പ്രവാചക സ്നേഹികളാണെന്ന് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാൻ വേണ്ടി, മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇഖ്ലാസോടുകൂടെ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയണം, അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 കാരുണ്യം ചൊരിയും. വറഫഅഹു ബിഹാ 10 ദറജാത്ത്, 10 പദവികൾ ഉയർത്തും. വകതബ ലഹു ബിഹാ 10 ഹസനാത്ത്, 10 നന്മകൾ രേഖപ്പെടുത്തും. വമഹാ അൻഹു 10 സയ്യിആത്ത്,
10 പാപങ്ങൾ മായ്ച്ചു കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, അള്ളാഹു 10 കാരുണ്യം ചൊരിയും, 10 ദറജ ഉയർത്തും, 10 നന്മകൾ രേഖപ്പെടുത്തും, 10 പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോൾ എത്ര മഹനീയമാണ് സുഹൃത്തുക്കളെ ഈ ഒരു കർമ്മം. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൽ ആരുടെ കൂടെയായിരിക്കും? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കാൻ കൊതിക്കുന്ന ആൾക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ഔലൻ നാസി ബി യൗമിൽ ഖിയാമ അക്സറുഹും അലയ്യ സലാത്ത്. എന്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയവരോടൊപ്പമായിരിക്കും ഞാൻ സ്വർഗത്തിലുണ്ടായിരിക്കുക എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അന്ത്യനാളിൽ നബിയുടെ കൂടെ ഇരിക്കാൻ അവസരം കിട്ടുന്ന ഭാഗ്യവാന്മാർ നബിയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കാരാണ്. മാത്രവുമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട്, ഒരു ഷർത്തായിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നതാണ്, അദ്ദുആഉ കുല്ലുഹു മഹ്ജൂബ് ഹത്താ യകൂന അവ്വലുഹു സനാഅൻ അല അല്ലാഹി അസ്സ വജൽ വസലാത്തൻ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم يدعو فيستجاب لدعائه. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബസർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, പ്രാർത്ഥനകൾ തടയപ്പെടും. ഏത് പ്രാർത്ഥന തടയപ്പെടാത്തത്? തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹംദ് കൊണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്, അല്ലാഹുവിൽ സ്തുതി അർപ്പിച്ച് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥന ആരംഭിച്ചാൽ ആ പ്രാർത്ഥന മറയിടപ്പെടുകയില്ല, അതിന് ഉത്തരം നൽകപ്പെടുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹു അശ്റ വഹീന യുംസി അശ്റ അദ്റക്തുഹു ശഫാഅതി യൗമൽ ഖിയാമ. രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾക്കിടയിൽ 10 തവണ എനിക്ക് വേണ്ടി ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന് എന്റെ ശഫാഅത്ത് പരലോകത്ത് ലഭിക്കുന്നു. അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖ എന്ന് പാട്ടുപാടിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂലേ, പരലോകത്ത് ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ അങ്ങ് എനിക്ക് ശഫാഅത്ത് നൽകണേ എന്ന് പറഞ്ഞ ശിർക്കൻ വിളിച്ചു തേട്ടമാണത്. അള്ളാഹുവിനോടാണ് തേടേണ്ടത്. ശഫാഅത്ത് ചോദിക്കേണ്ടത് നബിയോടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയിലൂടെയാണ് ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ എല്ലാവരെയും മഹത്വപ്പെടുത്തി അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ ഇടയാളന്മാരാക്കി അവരെല്ലാവരും ശുപാർശകരായിട്ട് നമുക്ക് വരേണ്ടവരാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ് എന്ന് പറഞ്ഞ് കണ്ണുകണ്ട എല്ലാറ്റിനെയും ഇടയിൽ എത്തി തേടാനും നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കാനും ഒന്നും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് രാവിലെയും വൈകുന്നേരവും 10 തവണ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. 6ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, മനക്ലേശം മാറിക്കിട്ടാൻ, ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇതിനുള്ള പരിഹാരമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. യാ റസൂലല്ലാഹ് ഇന്നി അക്തറു സ്വലാത്ത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സ്വഹാബിർ ചോദ്യം ചോദിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ നബിയുടെ മേലുള്ള സ്വലാത്തിന്റെ മഹത്വം പറയാം. ഇജ്അൽ ലക സ്വലാത്തി കുല്ലഹാ ഇദാ തുക്ഫ ഹമ്മക വയഗ്ഫറു ലക ദംബക. നീ ധാരാളമായി എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്ക് നിന്റെ ദുഃഖങ്ങൾ മാറിക്കിട്ടും, നിന്റെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അറഅയ്ത ഇൻ ജഅൽതു സ്വലാത്തി കുല്ലുഹാ അലൈക ഖാല ഇദൻ യക്ഫീക അല്ലാഹു തബാറക വ തആല മാ അഹമ്മക മിൻ ദുനിയാക വ ആഖിറതുക. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് വേണ്ടി ഞാൻ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഗുണമെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ദുനിയവിയായ ഉഖ്റവിയായ എല്ലാ ദുഃഖങ്ങളും അതിലൂടെ മാറിക്കിട്ടുകയും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയുകയും ചെയ്യും. അപ്പോൾ നബിയുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്ക് ദുനിയവിയായ ഉഖ്റവിയായ ഖൈറാത്തുകൾ ലഭിക്കാനുള്ള ഒരു കാരണമാണ്. 7ാമത്തത് മലക്കുകളുടെ സ്വലാത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ലാ സല്ലത്ത് അലൈഹിൽ മലായിക മാ സല്ല അലൈഹി. എന്റെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോഴൊക്കെയും മലക്കുകൾ നമുക്കും അല്ലാഹുവേ ഇവനും നീ റഹ്മത്ത് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോഴുള്ള മഹത്വമാണ്. സഹോദരന്മാരെ, ഈ സ്വലാത്ത് നമ്മൾ എപ്പോഴൊക്കെയാണ് നിർവഹിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവനെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ ബഖീൽ മിമ്മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി.
എന്റെ പേര് കേട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവന് പിശുക്കനാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് റഗിമ അൻഫു റജുലിൻ, മൂക്ക് കുത്തി നശിക്കട്ടെ. എന്തേ? ദുകിർതു ഇൻദഹു ഫലം യസല്ലി അലൈഹി, അവന്റെ മുന്നിൽ വെച്ച് എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സലാത്ത് ചെല്ലാത്തവൻ. നബിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ പേരുച്ചരിക്കുമ്പോൾ, അല്ലെ ഈ നബി എന്ന് പറയുമ്പോൾ നബി മുഹമ്മദ് നബിയെ ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നമ്മള് സലാത്ത് ചെല്ലിയില്ല. നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കി, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സഹാബത്ത് അങ്ങനെയല്ലേ പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. നബിയെക്കുറിച്ച് എപ്പോൾ പറയുമ്പോഴും റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, നബിയെക്കുറിച്ച് എപ്പോൾ പറയുമ്പോഴും ഹദീസുകളിൽ നിറയെ സ്വലാത്താണ്. അതുകൊണ്ട് നബിയെക്കുറിച്ച് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒച്ചത്തിൽ ശബ്ദകോലാഹലമുണ്ടാക്കി പറയണമെന്നല്ല, മറിച്ച് ചുണ്ടനക്കി, ചുണ്ട് ചലിപ്പിച്ച്, ദിക്റുകൾക്ക് ചുണ്ട് ചലിക്കണം. ചുണ്ട് ചലിപ്പിച്ച് നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ, ചെല്ലിയില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സലാത്ത് ചെല്ലാത്ത നരകത്തിലാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. നബിയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ അവൻ മരിച്ചാൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, അവൻ ക്ലേശത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ നസിയ സ്വലാത്ത അലയ്യ ഖതിഅ ത്വരീഖൽ ജന്ന, എന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ മറന്നവന് സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് പഴച്ചുപോയവനാണ്. നബിന്റെ പേരിൽ സ്വലാത്ത് ഇല്ലാത്തവന് പഴച്ചുപോയാണ്. ഒരു സദസ്സിൽ ഒരു ക്ലാസ് കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനില്ല. പറയുമ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം ചോദിക്കണം, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ തേടണം. അതുപോലെ തന്നെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. അപ്പോൾ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ, ഒരു ഖുത്ബ കേൾക്കുമ്പോൾ, ദീനിയായ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമുക്ക് അശ്രദ്ധമാകുന്നൊരവസ്ഥയില്ല. അല്ലദീന യത്ലൂന കിതാബഹു ഹഖ്ഖ തിലാവതി, അല്ലാഹുവിന്റെ കിതാബ് ഓതേണ്ട മുറപ്രകാരം ഓതുക എന്ന് പറഞ്ഞല്ലോ ഖുർആൻ. അതുപോലെ നമ്മൾ കേൾക്കേണ്ട മുറപ്രകാരം കേൾക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഇടപെടൽ കൂടെ ഓരോ ദീനി മജ്ലിസിലും ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ള കാര്യം. അത് വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും പാലിക്കാൻ, ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേക സന്ദർഭങ്ങളും സമയങ്ങൾ കൂടെ അതിന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുക എന്നുള്ളത്. എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാലും നമ്മൾ നബിയുടെ മേൽ സലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലാൻ റസൂൽ സുന്നത്താക്കി. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്താനിർ റജീം എന്നിത്യാദി പ്രാർത്ഥനകൾ ഹംദും സ്വലാത്തും ചൊല്ലിയതിനു ശേഷമാണ് പള്ളിയിൽ കയറുമ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ ഉരുവിടേണ്ടത്. നാലാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമസ്കാരത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത്തഹിയ്യാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വലാത്താണ്. അതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിന്റെ രണ്ടാമത്തെ തക്ബീറിൽ ഇബ്രാഹിമി സ്വലാത്താണ് നമ്മൾ ചെല്ലേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ എല്ലാ രാവിലെയും വൈകുന്നേരവും സൂര്യൻ ഉദിക്കും മുമ്പും സൂര്യൻ അസ്തമിക്കും മുമ്പുമുള്ള അസ്കാറുസ് സബാഹ് വൽ മസാ. സത്യത്തിൽ നമ്മൾ എന്തെല്ലാം സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു നമുക്ക് വേണ്ടി, അല്ലെ? നല്ല വാഹനങ്ങൾ, നല്ല വീട്, നല്ല ഭദ്രമായ ചുറ്റുമതില്, അതുപോലെ തന്നെ നല്ല ഗേറ്റ്, അതുപോലെ തന്നെ CCTV ക്യാമറ, സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ, ഒരുപാട് AI-യുടെ കാലമായതുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ സെക്യൂരിറ്റി സിസ്റ്റങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തെല്ലാം ഇൻസെക്യൂർഡായിട്ടുള്ള, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ വേട്ടയാടുന്നുണ്ട്. സത്യത്തിൽ മുഅ്മിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അദ്കാറുകളാണ്. അതുകൊണ്ട് ആ ദിക്റിന്റെ കിതാബിന് ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ കോട്ട എന്ന് പേര് വെച്ചത്. അത് നബിയുടെ ഹദീസാണ്. ഒരാളുടെ പിന്നാലെ ശത്രുക്കൾ ആയുധവുമായിട്ട് പിന്നാലെ കൂടി അയാൾ ഓടിയിട്ടൊരു കോട്ടയിൽ കയറി അഭയം പ്രാപിച്ചു, അയാൾ സേഫായി. ഇതുപോലെയാണ് അദ്കാറുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നമുക്കൊരു ആന്റിബയോട്ടിക് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്നുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്
എന്ന് അദ്കാറുൽ മസായിൽ ചൊല്ലിയാൽ വിഷം തീണ്ടുകയില്ല, വിഷജന്തുക്കൾ ഉപദ്രവിച്ചാൽ തന്നെ വിഷം തീണ്ടുകയില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന അദ്കാറുകളാണ്. ആ അദ്കാറുകളിൽ നബിയുടെ മേൽ 10 തവണ രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അക്സിറു അലൈഹി മിനസ് സ്വലാത്ത് ഫീ കുല്ലി യൗമിൽ ജുമുഅ, എന്റെ മേൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് യൗമുൽ ജുമുഅ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ധാരാളമായി നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴും സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖത്വായായ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ സമിഅതുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ, നിങ്ങൾ ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്ന പോലെ പറയണം. സുമ്മ സല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഈ പ്രാർത്ഥന എനിക്ക് വേണ്ടി വസീലയും ഫളീലയും ചോദിക്കണം. اللهم رب هذه الدعوة التامة والصلاة القائمة آتي محمد الوسيلة والفضيلة وبعثه مقام محمود الذي وعدته എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ എന്ത് കിട്ടും? ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ആരും സഹായിക്കാനാത്ത പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ പറയും. ഇപ്പോൾ ബാങ്കിന് ശേഷമുള്ള സമയത്തും നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം സദസ്സുകളിൽ വെച്ചിട്ടാണ്. ما جلس قوم مجلسا لم يذكر الله فيه ولم يصلوا على نبيهم إلا كان عليهم ترة فإن شاء عذبهم وإن شاء غفر لهم. ഒരു സദസ്സിൽ ഇരുന്നിട്ട് അള്ളാഹിനെ ഓർക്കുന്നില്ലെങ്കിൽ, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ അവന് ആ ഇരുത്തം നഷ്ടമാണ്. അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കും. അള്ളാഹ് പുറത്തു കൊടുത്താൽ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ സദസ്സിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, റസൂൽ ഒറ്റ സദസ്സിലിരുന്നിട്ട് 100-ലധികം തവണ ചൊല്ലിയിരുന്നു, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം ചോദിച്ച്, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിന് രക്ഷ തേടി, അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം ദീനിയായൊരു മജ്ലിസിൽ, ഏത് സദസ്സിലും. അതുകൊണ്ട് അത്തരം സദസ്സുകളിലായിരിക്കണം നമ്മൾ പോയിരിക്കേണ്ടത്. അനാവശ്യമായ സദസ്സുകളിൽ, സിനിമ ഹാളുകളിൽ, അശ്ലീലത വിളമ്പുന്ന ഇടങ്ങളിലൊന്നും നമ്മളൊരു വിശ്വാസി പോയിരിക്കരുത് എന്നുള്ളത് കൂടെ ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക. ഇത്തരം 10 സന്ദർഭങ്ങളിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ ധാരാളം നേട്ടങ്ങൾ നമുക്കതിലൂടെ ലഭിക്കും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പുണ്യകർമ്മത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ജാഗ്രത കാണിക്കേണ്ട പല നിമിഷങ്ങളിലും പല സന്ദർഭങ്ങളിലും വേണ്ട വിധത്തിൽ ജാഗ്രത കാണിക്കാത്തതിന്റെ ദുരന്തമാണ് സമൂഹത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അരാജകത്വങ്ങളുടെയും അധാർമികതകളുടെയും വർധനവ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായൊരു യാഥാർത്ഥ്യമാണ്. എല്ലാം എളുപ്പത്തിൽ ലഭ്യമാവുകയും പല നാമങ്ങളിൽ സൂചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു കുറ്റമല്ല, സ്വതന്ത്രമാണ് എന്ന പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരികയും തിരുത്തുന്നവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് അത് സദാചാര പോലീസ് ചമയലായിട്ട് സദാചാരം എന്ന പ്രയോഗം തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പലവിധ നിയമങ്ങളും പലവിധ ചൈൽഡ് ലൈൻ സംവിധാനങ്ങളുമൊക്കെ വന്നതോടുകൂടെ ആരും തന്റെ മുന്നിൽ കാണുന്ന അധർമ്മങ്ങളെപ്പോലും എതിർക്കാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് സാർവത്രികമാവുകയും പെരുകുകയുമാണ് ചെയ്യുന്നത്. ഒറ്റയും തെറ്റയുമായി പലയിടങ്ങളിലും കണ്ടിരുന്ന പലതും നമ്മളിപ്പോൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത ആൺ പെൺ കുട്ടികളുടെ വഴിവിട്ട സൗഹൃദം ഏതൊരു തുരുത്തിലും ഏതൊരു ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഏതൊരു റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ക്യാമ്പസിന്റെ പരിസരത്തും ക്ലാസ് മുറികളിലും വരാന്തകളിലും എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെതിരെ ഒന്ന് സംസാരിക്കാൻ അധ്യാപകർക്ക് പോലും റൈറ്റില്ലാത്ത അവസ്ഥയിലേക്ക് പലവിധ നിയമനിർമ്മാണങ്ങളും ഇവിടെ നടത്തപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു പ്രശ്നമല്ല എന്ന പുതിയ വ്യാഖ്യാനങ്ങൾ കൂടെ വന്നതോടുകൂടെ ആരും ഒന്നും ഇടപെടാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അധാർമികത പെരുകി എന്നതാണ്. അതുകൊണ്ട് തന്നെ തിന്മ വിപണനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിലൂടെ ഒരു തലമുറയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല എളുപ്പമാണ് അവരുടെ ഉദ്ദേശത്തിലേക്ക്, അവരുടെ തന്ത്രങ്ങളിലേക്ക്, അവരുടെ ആസൂത്രണങ്ങളിലേക്ക്, അവരുടെ പദ്ധതികളിലേക്ക് ഒരു ജനതയെ കൊണ്ടെത്തിക്കാൻ വളരെ എളുപ്പമാണ്. കള്ളുകുടിച്ചാൽ ഇത്ര പ്രശ്നമാണോ? ഞാൻ കള്ളുകുടിക്കാറുണ്ട്, ഞാൻ പുകവലിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ലൊരു മനുഷ്യനാകാതിരിക്കുമോ എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലകപ്പെട്ട ഒരു റാപ്പ് സിംഗർ, റൈറ്റർ വിത്ത് സിംഗർ ജനങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ കള്ളുകുടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യരുത്, എന്നിരുന്നാലും ഞാനത് ചെയ്തു എന്നതുകൊണ്ട് ഞാൻ മോശപ്പെട്ട ഒരാളാകുമോ എന്ന ഒരു ചോദ്യം ഒരു പ്രത്യേകമായിട്ടുള്ള നരേശന്റെ ഭാഗം ആയിട്ടുണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലക്ക് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ലിബറലൈസ് ചെയ്യപ്പെടുമ്പോൾ ഇസ്ലാം എന്നത് മക്കയിലേക്കും മദീനയിലേക്കും മാത്രമായി ഒതുങ്ങിക്കൂടുമെന്നും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വലിയ ക്ലേശമായിരിക്കുമെന്നും മുസ്ലിം നാമധാരികളായിരിക്കും അക്കാലത്ത് ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളെന്നും അവർ ഇസ്ലാമിന്റെ ഒരു മൂല്യവും കാത്തുസൂക്ഷിക്കാതെ ചപ്പ് ചവറുകളെ പോലെയായി മാറുമെന്നും റസൂലുള്ള പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാകുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്, അല്ലെ? ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും താല്പര്യം മാപ്പിള മക്കൾക്കാണ്. പാട്ടിലും കൂത്തിലും DJ പാർട്ടികളിലും ഡ്രഗ്സിലും കൊലപാതകങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ ഈ കൗമ തന്നെയാണ്. മാറി മാറി വരുന്ന ട്രെൻഡുകൾ നെഞ്ചേറ്റിയിട്ട് ഇതൊക്കെ അഭിമാനമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്നതും ഈ കൗമ തന്നെയാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിൽ തട്ടി വായിക്കേണ്ടത്. ആ ചപ്പ് ചവറായി മാറുന്നുണ്ടോ ഞാനും എന്റെ ഫാമിലിയും എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മ്യൂസിക് ഇല്ലാത്തൊരു യാത്ര സംഘടിപ്പിക്കാൻ എനിക്ക് പറ്റാതെ പോകുന്നെങ്കിൽ, എന്റെ മക്കളുടെ വസ്ത്രം മോശമാണെങ്കിൽ, ഞാനും എന്റെ കുടുംബവുമൊക്കെ ലിബറലായിട്ട് പുതിയ ആശയങ്ങളെ നെഞ്ചേറ്റിയിട്ട് വലിയ പുരോഗമനവാദികളായിട്ട് ജീവിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ചപ്പ് ചവറായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് ജാഗ്രത കാണിക്കണം. ദീനിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. ലഹരി വ്യാപകമാകുന്നത് കുട്ടികൾക്കിടയിലുള്ള സ്ട്രെസ് കൊണ്ടാണ് എന്ന് ഒരു പഠനം കണ്ടെത്തിയിട്ടൊന്നുമില്ല. ആ സ്ട്രെസ് മാറാൻ ഒന്നാമത്തെ പീരീഡ് ഡാൻസ് കളിച്ചാൽ മതി എന്നും എവിടെയും കാര്യമായിട്ട് പഠനം നടത്തി ഗവേഷണം നടത്തി അതാണ് ശരിയായ ഒരു പരിഹാരം എന്നൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അപ്പോഴേക്ക് തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നാമത്തെ പീരീഡ് ഡാൻസ് പ്രഖ്യാപിക്കുകയും ഇനി എല്ലാ ഫ്രസ്ട്രേഷനും അതോടുകൂടെ മാറും എന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം DJ പാർട്ടികൾക്ക് ഡാൻസിന് പവർ നൽകുന്നത് ലഹരിയാണ്. ലഹരി ഉണ്ടെങ്കിലേ ഡാൻസ് ആവുള്ളൂ. അതാണ് പുതിയ കോൺസെപ്റ്റ്. അതുപോലും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഈ നീക്കം നമ്മൾ കാണാതെ പോകരുത്. നമ്മുടെ സ്കൂളുകളിലുമെല്ലാം ഇത്തരം കാര്യങ്ങൾ അധ്യാപകർക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് നടപ്പിലായി വരുമെന്നാണ് പറയുന്നത്. അവിടെ രക്ഷിതാക്കളും PTA ഭാരവാഹികളും സ്ഥാപന മേധാവികളുമൊക്കെ ഇടപെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൊഴിഞ്ഞുപോകുന്നു എന്ന പരാതി ഉണ്ടാകുമ്പോൾ ഇത്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് ഡാൻസ് അറിയാത്ത, ഡാൻസിനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഇതിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾ മെന്റലി ഡിപ്രസ്ഡ് ആവാനും അവർ സ്കൂളുകൾ മാറിപ്പോകാനും അങ്ങനെ പൊതുവിദ്യാലയം കൂടുതൽ കുട്ടികൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഭാരവാഹികളും രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ ഇത്തരം തലതിരിഞ്ഞ ആശയങ്ങൾ, LGBTQ എന്നതൊക്കെ ഇപ്പൊ വലിയ തത്വങ്ങളായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ വെസ്റ്റേൺ കൺട്രീസ് അതൊക്കെ ചവച്ച് തുപ്പി അതിന്റെ എല്ലാ പരിക്കും അനുഭവിച്ച് ഇനി അതൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചതാണ്. കല്യാണം കഴിക്കലാണ് പ്രശ്നം എന്നാ കേരളത്തിൽ ഇപ്പോഴും പറയുന്നത്. കല്യാണം കഴിക്കലാണ് പ്രശ്നം, കുട്ടികളുണ്ടാകാനാണ് പ്രശ്നം എന്നൊക്കെ വിചാരിച്ച് ചൈനയിൽ നമുക്കൊരു കുട്ടി എന്ന് പ്രഖ്യാപിച്ചിടത്ത് നിന്ന് കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് വലിയ ഗിഫ്റ്റ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. എന്തേ? യുവാക്കളില്ലാതെ പോയി, പുതിയ തലമുറ ഇല്ലാതെ പോയി. അത് രാജ്യത്തിന്റെ ശക്തിയെ നശിപ്പിച്ചു കളയുമെന്നവർക്ക് ബോധ്യപ്പെട്ടു. അവർ മുന്നോട്ട് വെച്ച ആ ഒരു ആശയം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് പലരും ചവച്ചു തുപ്പിയ മാലിന്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലതും കൊണ്ടുവരുന്നത്. ഒരാശയം കൊണ്ടുവരല്ല, അതിന്റെ പിന്നിൽ പല അജണ്ടകളും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ആർക്കും തിരിയാത്ത സത്യമൊന്നുമല്ല.
ഏതായിരുന്നാലും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും നമ്മൾ ജീവിക്കുന്ന സമകാലികത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെതിരെ നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നീങ്ങാനും പക്വതയോടുകൂടെ വിവേകത്തോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു വരുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും പടച്ചറബ് നമുക്ക് നൽകി എല്ലാറ്റിലും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയതിൽ തൃപ്തിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാവിന് ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന മാറാവ്യാധികളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മരണം നല്ല മരണമാക്കി, നമ്മുടെ ഖബറിനെ സ്വർഗമാക്കി, നമ്മുടെ പരലോകത്തെ ഹിസാബൻ യസീറയാക്കി, നമ്മുടെ സങ്കേതത്തെ സ്വർഗമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. എല്ലാവിധ പൈശാചിക ചിന്തയിൽ നിന്നും അള്ളാഹു നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമതകളും അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കാനുള്ള മനസ്സ്, അതിനുവേണ്ട വിശാലത അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്തുനബിയെ അനുധാവനം ചെയ്ത്, നബിയെ ഇമിറ്റേറ്റ് ചെയ്ത്, നബിയെ അനുകരിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ സുന്നികളാക്കി, യഥാർത്ഥ സുന്നത്തിന്റെ ഫോളോവേഴ്സാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ എല്ലാറ്റിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹ്രസ്വമായ കാലഘട്ടം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിക്ക് ചിലവഴിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സമയത്ത് അവനിലേക്ക് മടങ്ങുവാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ പ്രത്യേകമായ മറ്റുള്ളവരുടെ പ്രലോഭനം കൊണ്ടോ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.